പക്ഷെ അത് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെനിയൻ ഡെസ്കർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വരുണ്ടോ വീട്ടിലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ വന്നേക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ അവിടെ ആവശ്യത്തിന് ടൈം സ്പെൻഡ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കാനഡയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് പേരുടെ അടുത്തും എത്ര ദിവസം നിൽക്കാമെന്നുള്ളതും അവിടുത്തെ എങ്ങാണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പല പല സ്ഥലത്ത് അയക്കി വെച്ചിട്ടുണ്ടായി. കാരണം ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, കണ്ട സ്ഥലം തന്നെ കാണേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ബേസിക്കലി ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഒരു ലോങ് ട്രിപ്പാണ് അന്ന്. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഞങ്ങൾ ഇറങ്ങി. കാരണം അത്യാവശ്യം ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞങ്ങൾ രണ്ടായിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് അത്യാവശ്യം കവർ ചെയ്യാവുന്നത് നമുക്ക് കാണിക്കാം. ഇതാണ് ചേട്ടൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പുറത്ത് പോകാനൊക്കെ ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയത്. കാരണം ഇപ്പോൾ എഞ്ചിനീയറിംഗ് എടുക്കാനാണെങ്കിലും പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഓരോ അഡ്വൈസ് തരാനും ചേട്ടനാണ് ചെറുപ്പം തുടങ്ങി നമുക്ക് ഉണ്ടായിരുന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാനഡയിലൊക്കെ എത്തിയതും നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ടൊക്കെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബേസിക്കലി പറഞ്ഞു തന്നതും കാര്യങ്ങളൊക്കെ ചേട്ടനായിരുന്നു. ഈ കാണുന്നത് ജയിലാണ്, ഓസ്ട്രേലിയയിലെ. അത് നമുക്ക് കാണാം. എനിക്കറിയില്ല ഓസ്ട്രേലിയ നമ്മുടെ നാട്ടിലൊക്കെ ആക്ച്വലി ഇങ്ങനെ ഒരു സെറ്റപ്പിലല്ലല്ലോ നമ്മൾ കണ്ടേക്കണം എന്ന് പറയുമ്പോൾ. അതായത് ആക്ച്വലി കുറച്ചുകൂടി ഈ ബ്രിക്കൊക്കെ വെച്ച് പണിതേക്കണ ജയിലോ അങ്ങനെയൊക്കെയാണ് നമുക്ക്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നില്ല. ജയിലായിട്ട് പോലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഒരു ഫാക്ടറി ഇരിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഒന്ന് വാട്ടർഫോൾസ് കാണാനായിട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഹൗസിന് ഉള്ള പ്ലാൻ ഉണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അത് ഞങ്ങൾ നെക്സ്റ്റ് ഡേയിലുള്ള വീഡിയോയിൽ കാണിക്കും. ഇതിപ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ ആ ഒരു മെയിൻ റോഡിൽ നിന്നൊക്കെ മാറി ഫോറസ്റ്റിൻ്റെ അകത്തോട്ടൊക്കെ എത്തി. അത്യാവശ്യം ഒരു 20-30 മിനിറ്റ്സ് അല്ല, ഇത് 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിലൊക്കെ പോയപ്പോഴാണ് ഞങ്ങൾ ഇതിപ്പോൾ നമുക്കറിയാം മെയിൻ റോഡൊക്കെ മാറി, ഇപ്പോൾ ടാറിട്ട റോഡൊക്കെ മാറി, അല്ലാതെ നോർമൽ ടൈപ്പ് കുറച്ചുകൂടി ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടുള്ള സ്ഥലത്തോട്ട് എത്തി. ഹായ് എവരിവൺ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എൻക്വയറീസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങളൊരു കോളിൻ്റെ സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി. അപ്പോൾ ആ ഒരു സെഷന് വേണ്ടി ആക്ച്വലി ഞങ്ങളൊരു വീക്കിലി ഒരു 2 calls ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 calls ഞങ്ങളൊരു 20 minutes ടൈം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻക്വയറി എന്ന് പറഞ്ഞ് കോളിന് വേണ്ടിയാണെങ്കിൽ ഇൻക്വയറി എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആളെ ഞങ്ങൾ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കും. പക്ഷേ ഇതെങ്ങനെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ്, അതായത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ ഇൻബോക്സിൽ സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വരുന്ന ആളെ ഞങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യും. പിന്നെ കോൾ സെഷന് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞത് അത് ഒരേ ഒരു ആൾക്ക് മാത്രമാണ്, അതായത് ഏറ്റവും ഫസ്റ്റ് ഇടുന്ന ആൾക്ക് മാത്രം. പിന്നെ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആളുടെ നീഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു ആളെ നമ്മൾ വിളിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പോലെ, അതായത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് വീട് എടുക്കാൻ ആൾക്കാർ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ അറിയില്ല, അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ ഇന്ന കോളേജിൽ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ട്സ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പോലെ ഞങ്ങൾ ബേസിക്കലി ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതിന് 2 വാട്സാപ്പ് ഗ്രൂപ്പും 2 ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരെണ്ണം എന്താ പറയുക സ്റ്റഡി വിസയ്ക്ക് വേണ്ടി മാത്രം, മറ്റത് നമ്മുടെ വർക്ക് വിസയും ആൻഡ് PR ബേസ് ചെയ്തതിന് വേണ്ടി മാത്രം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻബോക്സ് ഇടുക. അതിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ഇല്ല, കാരണം കോൾ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് 2 പേർക്ക് പറ്റുന്നത്. ഇത് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പ്സിൽ ഞങ്ങൾ ആഡ് ചെയ്തിരിക്കും. FB ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മതി, ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ബാക്കി അത് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ പയ്യെ ഫോറസ്റ്റിൽ നിന്ന് അതിനപ്പുറം കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കാനഡേനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ്, അതായത് രാവിലെ തന്നെ രാത്രിയായിട്ട് പോലെ തോന്നിക്കുന്ന ഫീല് തോന്നും. അതിന്റെ ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ശരിക്കും. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഉള്ളിലോട്ട് പോണ സമയത്ത് ഭയങ്കര കുറവായിരുന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഒരുപാട് ഫോറസ്റ്റിലേക്കടെയും പിന്നെ ഹൈക്കിങ്ങും അതുപോലെ ട്രക്കിങ്ങും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഓഫ് റോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ, ബൈക്കിങ്ങും അത് കാനഡയിലും ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടുത്തെ കുറച്ചുകൂടി കൂടുതലുമാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി നടക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവര് തന്നെ സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഓൾറെഡി അത് വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കാനഡയിലും കാണുന്ന പോലെയൊക്കെ തന്നെ ഓസ്ട്രേലിയയിലും ഉള്ള പാർക്കുകളൊക്കെ വളരെ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയിലാണെങ്കിൽ കൂടിയും അവർക്ക് ഗവൺമെൻറ് പറ്റുന്ന രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവറുകളോ അങ്ങനെ
ഒരു ആവശ്യമില്ലാത്തൊരു സ്മെല്ലോ അങ്ങനെ ഒന്നും കാണാൻ കിട്ടുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയം ഇപ്പൊ ഇതിക്കടൊക്കെ പോണ സമയത്ത് ഈ ഒരു ടൈം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ വാർണിംഗ് ബോർഡ് വെച്ചങ്ങനെ കാണാം, കാരണം ഫ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ സ്നേക്ക്, നമുക്കറിയാം ഓസ്ട്രേലിയയിൽ സ്നേക്ക് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ സ്നേക്ക് ഈ സമയങ്ങളിലല്ല, കുറച്ചുകൂടി ഒരു ചൂടൊക്കെ വരുന്ന സമയങ്ങളിൽ സ്നേക്ക് പുറത്ത് കിടക്കാൻ ചാൻസ് ഉണ്ട്, പുറത്തുണ്ടാവും എങ്ങനെയാണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബോർഡ് അവിടെ വെച്ചേക്കുന്നത്. നമ്മളൊന്ന് അവെയർ ആയിരിക്കണം. പിന്നെ നമുക്ക് ഇവിടെ കാണാന്ന് പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡെൻസ് ഫോറസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഇവിടെ നല്ല റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പം ഇതാണ് ഒരു വാട്ടർഫോൾ ഭയങ്കര വലിയ വാട്ടർഫോൾ, നമ്മുടെ അതിരമ്പള്ളി അല്ലെങ്കിൽ നയാഗ്ര ഫോൾസ് അങ്ങനത്തെ ഒന്നുമല്ല. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരുപാട് നടക്കുന്നുണ്ട്, അതായത് ഒരുപാട് സ്റ്റെപ്സ് ഇറങ്ങുന്നു കയറുന്നു. ഭയങ്കര നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റെപ്സ് ഇറങ്ങി ഭയങ്കര കൂളായിട്ട് ഇറങ്ങിപ്പോയി, പക്ഷെ തിരിച്ചു കയറുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് റിയലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ കാലത്ത് ശേഷമാണ് ശരിക്കും അത്രയും കിതച്ചത്. അത് ചിലപ്പോൾ എനിക്കറിയില്ല, അത് കാണുന്നത് നിങ്ങൾക്ക് എത്രയൊന്നും അറിയില്ല. നല്ല രീതിയിൽ സ്റ്റെപ്സ് ഒക്കെ താഴത്തോട്ടുണ്ടായി, ഇത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായില്ല. ഒരുപാട് ഡീപ്പായിട്ടുള്ളത് അല്ലെങ്കിൽ പോലും നമ്മൾ കയറി വരുമ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ഓട്ട്വേ നാഷണൽ പാർക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഈ പറഞ്ഞ പോലെ വാട്ടർഫോളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഒന്നും അധികം നിന്നില്ല, ജസ്റ്റ് നമ്മളവിടെ കാണുക. നമുക്ക് എന്തായാലും അത്യാവശ്യം നമ്മൾ താഴെയുള്ള വ്യൂവും പൊക്കത്തുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കാറിൽ കയറി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലൈറ്റ് ഹൗസും കാര്യങ്ങളും അവിടെ നിന്ന് ഇച്ചിരി ദൂരമുണ്ട്, എന്തായാലും അങ്ങോട്ട് പോകുന്നുള്ള ഇതായിരുന്നു. എന്തായാലും ഞങ്ങൾ പിന്നെ ലൈറ്റ് ഹൗസും കാര്യങ്ങൾ അവിടെ എത്തി. അവിടെ ബേസിക്കലി $10 ആയിരുന്നു ഒരാളുടെ എൻട്രി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഫ്രണ്ടിൽ ഒരു റിസപ്ഷൻ ഇങ്ങനെ ആൾ നിൽപ്പുണ്ട്, നമുക്ക് ബേസിക്കലി. പിന്നെ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഹൈറ്റ് ഫിയർ ഉള്ള ആൾക്കാർ കുഴപ്പമൊന്നുമില്ല ആക്ച്വലി, കാരണം നിഖിലിന് കുറച്ച് ഹൈറ്റ് ഫിയർ ഉള്ള ആളാണ്. എനിക്ക് പൊതുവേ ഇല്ല, ചേട്ടനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൈറ്റ് ഫിയർ ഉള്ള നിഖിൽ കൂടെ കയറി. പക്ഷേ ഈ നമുക്ക് കാണാം, കാരണം ഉള്ളിലൊന്നും വലിയ പ്രോബ്ലം ഇല്ല, പക്ഷെ പൊക്കത്തെത്തുമ്പോൾ ഒരു ചെറിയ ഇതുണ്ടെങ്കിലും എന്നാൽ പോലും വലിയ പ്രോബ്ലം ഇല്ല, അധികം ഹൈറ്റ് ഇല്ലാത്ത ടവർ ആയതുകൊണ്ട്. അതെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വളരെ ഭയങ്കര നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും വലിയ ഇതുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ഹൈറ്റ് ഫിയർ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ഏറെക്കുറെയൊക്കെ ഉണ്ട്, പക്ഷേ ആ വ്യൂ കാണുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ ഇതായിരുന്നു. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും മറ്റേ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കാണുമ്പോൾ വ്യൂ നല്ലതായിരിക്കും എന്നറിയാം, പക്ഷേ നമുക്ക് ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റൽ വ്യൂവും പിന്നെ അവിടുത്തെ ആൾക്കാരുടെയൊക്കെ വീടുകളിലുള്ള വ്യൂവും ഫോറസ്റ്റൊക്കെ കാണാൻ നമുക്ക് കിട്ടിയ ഒരു അവസരം. ആക്ച്വലി ഇതിന്റെ പൊക്കത്ത് കയറുമ്പോഴാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ ബ്യൂട്ടി. എനിക്ക് തോന്നുന്നില്ല ഈ ക്യാമറയിൽ എത്രമാത്രം അത് നമുക്ക് എടുക്കാൻ പറ്റും, ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം അല്ലാതെ തന്നെ നമ്മൾ ഈ ബീച്ചിന്റെ സൈഡും അതൊക്കെ കാണുമ്പോൾ ആക്ച്വലി അത്ര ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയ കാറ്റ്, ആ ഒരു ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷെ എന്താണല്ലോ നമ്മൾ ഭയങ്കരമായിട്ടും ആ ഒരു സ്ഥലവും നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല രീതിയിൽ എൻജോയ് ആയിരുന്നു. നല്ലൊരു സീനിക് ബ്യൂട്ടി ഒക്കെ കണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എന്തായാലും അവിടെ പോയി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും ആ മുകളിലും ആളെ നിർത്തിയിട്ടുണ്ട് ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഇതെങ്ങനെ വർക്ക് ചെയ്യണതെന്നും ഇത് ഏത് വർഷമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ തുടങ്ങിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അവിടെ നിന്ന് പിന്നെ വീണ്ടും സമയം കളയില്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൂരം പോകാനുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബീച്ചിൻ്റെ സൈഡിലോട്ട് പറ്റുന്നത്ര നമ്മൾ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു നല്ലൊരു വാക്ക് വേ പോലത്തെ ഒരു സ്ഥലമായിരുന്നു. കുറച്ച് ബുഷസ് ഒക്കെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറി പോകാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് നടന്നു. ആക്ച്വലി ഡയറക്റ്റ് ആയിട്ടൊരു റോഡ് ഉണ്ട് താഴോട്ട്, പക്ഷെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ടൊക്കെ നടക്കാനും പിന്നെ ഈ പറഞ്ഞ സ്നേക്കിനൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ നടന്നത്. പക്ഷേ ഒരു നല്ല രീതിയിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഫെൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ലൈറ്റ് ഹൗസിൻ്റെ ആ പരിസരവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാനും നമുക്ക് മിക്ക ആൾക്കാരും ആവശ്യമില്ലാതെ ആ ഫെൻസിൻ്റെ പുറത്തോട്ട് ഇറങ്ങാനോ അങ്ങനെയൊന്നും ആൾക്കാർ നിൽക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള കാര്യം എന്ന് പറയുക ഫെൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഈ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ കാണുന്ന പോലെ അതിൻ്റെ അപ്പുറം കടന്ന് അതിലെന്താണ് കാണാനൊക്കെ ഉള്ളൊരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തന്നെ മെയിൻ റീസൺ ഈ പറഞ്ഞ സ്ട്രിക്റ്റർ ആയിട്ടുള്ള റൂൾസ് ഉണ്ട് അവർക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാനഡയെക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് ഓസ്ട്രേലിയയിൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ഇങ്ങനെയാണെങ്കിലും കുറച്ച് നന്നായിട്ട് കീപ്പ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അവിടെ അതെ സ്ട്രിക്റ്റ് ആണ് എന്തായാലും. പിന്നെ മിക്ക ഇംഗ്ലീഷ് കൺട്രീസിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എല്ലാവരും മര്യാദക്ക് കീപ്പ് ചെയ്യേണ്ട. അവർ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും നമുക്കൊരു ഒരു സ്ഥലത്ത് പോലും ഒരു മിഠായിയുടെ കവർ പോയിട്ട് അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ കിട്ടില്ല. ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് നമ്മൾ കാനഡയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് അങ്ങനെ കാണാൻ കിട്ടില്ല. അപ്പോൾ ഇതിനെ ഈഗിൾ റോക്ക് മറൈൻ സാങ്ച്വറി ആണെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് സമയം കളയാതെ തന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഒരു ഹട്ട് ഉണ്ടെന്ന് കണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടൊരു സാധനമാണ്, ഇന്നത്തെ തലമുറ അധികം കാണാത്തൊരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് സംഭവം പറഞ്ഞ ഒരു ഹട്ടിലോട്ട് കയറുന്നത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വലിയ വലിയ വീടുകളൊന്നും അല്ലാതെ പണ്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ ചെറിയ ഹട്ടിൽ ഒക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്നും അവർക്ക് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറയാറുണ്ട് എങ്ങനെ ഇവരൊക്കെ മാനേജ് ചെയ്യുന്നു ഈ ചെറിയ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ തണുപ്പില്ലാത്തൊരു രാജ്യം എന്ന് പറയുമ്പോൾ എനിക്കും അനീഷയ്ക്കും തോന്നിയ ഒരു കാര്യം, മെൽബൺ സിറ്റി അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ആ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ പോയപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തോന്നിയായിരുന്നു.
അപ്പോൾ ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചു ഇങ്ങനെ ഒരു ഹട്ടൊക്കെ ഉള്ളപ്പോഴേക്ക് എങ്ങനെയായിരിക്കും അതിന്റെ കാര്യം. കുറച്ച് ഇന്റൻസ് കൂടിയ തണുപ്പാണ് തണുപ്പുള്ള സമയത്ത്. അതെ, ഇന്റൻസിറ്റി കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഇൻസുലേഷൻ കമ്പാരിറ്റീവ്ലി കനേഡിയൻ ഹൗസസിനേക്കാളും കുറവായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയില്ല എന്തായാലും. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റ് പോയി. അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തൊക്കെ വെച്ചത്. ആക്ച്വലി നമ്മളാണെങ്കിൽ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും നമുക്ക് നോർമലി അറിയാവുന്ന റെസ്റ്റോറൻറ്റിലായിരിക്കും കയറുള്ളൂ. പക്ഷേ ഇത് ചേട്ടന്റെ പ്രിഫറൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ. അതെ, പക്ഷേ ഡെഫിനറ്റ്ലി നല്ലൊരു ഫുഡായിരുന്നു. നമ്മളത് എൻജോയ് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആക്ച്വലി ആ ഒരു ഞങ്ങൾ ഇവിടെ കഴിച്ചേക്കുന്ന ഗ്രീക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ്. പക്ഷെ എന്തായാലും അത് നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ പ്രസന്റേഷനും ഫുഡ് കുറച്ച് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ഫുഡ് പ്രൈസിയാണ്. ബട്ട് എന്നാലും അവരുടെ പ്രസന്റേഷനും ഫുഡിനൊക്കെ ക്വാളിറ്റി ഒന്നും പറയാനില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഗ്രേറ്റ് ഓഷൻ റോഡ്. അപ്പോൾ നമുക്ക് ബാക്കി അപ്പോൾ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.